സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് ഒന്നും കൂടെ എത്തിച്ച് വന്നേക്കുവാണ് ഗായ്സ്. ഇപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകി, കുറച്ച് പ്രോബ്ലംസ് കാരണമാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത് തന്നെ. അപ്പോൾ നമ്മൾ എന്തോ പറയാം, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അയൺ ഫാമായിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ കാരണം നമുക്ക് ആ റിസോഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. മെയിനായിട്ട് 20 വില്ലേജസ് 20 വില്ലേജസിനെ നമുക്ക് വേണം, പക്ഷേ അവരില്ല. നമ്മളെ ആ ഫാമിന് എന്തോ കുഞ്ഞെന്തോ മെനക്കേടുണ്ട്, അതുകൊണ്ട് ആ ഫാമല്ല ബ്രീഡർ അത് വർക്കാകുന്നില്ല. അപ്പോൾ എന്തായാലും വർക്കാകുന്നുണ്ട്, എന്നാലും ഫുഡ് കൊടുത്തത് എന്തോ ബ്രീഡാകുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാക്കേണ്ട വരും. അപ്പോൾ ഞാനതൊരു ഓഫ് ക്യാമറയിൽ ഒപ്പിച്ചെടുത്തോളാം. അപ്പോൾ എന്താ പറയാം, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളപ്പം കുഞ്ഞ് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്നും കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എന്താ പറയുക, അപ്പോൾ ഞാൻ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഗൈസ്. ചിലവർക്ക് പക്ഷേ എന്താ പറയുക, കാണാനോ അല്ലെങ്കിൽ വോയിസ് ഒന്നും കേൾക്കത്തില്ല. കാരണം കോപ്പിറൈറ്റ് എല്ലാം അടിച്ചുകൊണ്ടാണ് കേട്ടോ. 2 വീഡിയോയിലും കോപ്പിറൈറ്റ് അടുപ്പിച്ചങ്ങ് അടിച്ച്, അപ്പോൾ ഒരു പൊട്ടത്തരം കാണിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ പറഞ്ഞു തരാം. ഞാൻ ഈ വലിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എന്താ പറയുക ബേസ് പണിഞ്ഞു, ഒരു കുഞ്ഞ് ബ്രീഡർ പണിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കുതിരക്കുട്ടൻ, നമ്മളെ പയ്യനെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാൻ പേര് ഒരുപാടോട് ചോദിച്ചു, അപ്പോൾ ആരും പേരൊന്നും എനിക്ക് കമൻറ്റ് ഇട്ട് തന്നില്ല. അതുകൊണ്ട് ഞാൻ കൂട്ടുകാരനോട് ചോദിച്ചു, അവനൊരു ജെമ്പി എന്ന് പറഞ്ഞൊരു പേരിട്ട് തന്നു. ഞാൻ അത് ഇടണോ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. അപ്പം ജെമ്പി ഇടാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം ഹൈറ്റ് ചാടും. പിന്നെ നമ്മളൊരു പട്ടിയുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഇവരെ ഞാൻ എന്താ പറയുക ഓഫ് ക്യാമറയെ കണ്ടുപിടിച്ചാണ്. ഞാൻ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയപ്പോൾ അവരെ ഏരിയ വെച്ച് കണ്ടുപിടിച്ചു. ആദ്യം ഒരാളെയാണ് കണ്ടുപിടിച്ചത്, പിന്നെ വേറൊരാളും കൂടെ ആയി. അവർ രണ്ടൊരു ബ്രീഡായി, അവർ കുഞ്ഞ് ഫാമിലിയായി. ഇപ്പോൾ ഇത് അച്ഛൻപട്ടി, അത് അമ്മപ്പട്ടി, നടുക്കൊരു സൺ. ഓക്കെ, ഇത്രയും പേരെയാണ് നമ്മളൊരു കുഞ്ഞ് ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നമ്മളെ പൂച്ചക്കുട്ടി മെയിനായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. പൂച്ചയ്ക്ക് പേരൊന്നും ഇട്ടില്ല, അപ്പോൾ എന്തെങ്കിലും ഇടണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിന് വേണ്ടിയുള്ള ഫുഡൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തി വലുതാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ക്രീപ്പറും കാര്യങ്ങളൊന്നും വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പൂച്ച വെച്ചത്. പട്ടിയെ പിന്നെ വെളിയിലൊന്നും ഇറക്കത്തില്ല, പിന്നെ ഒരു കൂടെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ പട്ടിയൊന്ന് വെച്ചത് കേട്ടോ. പിന്നെ നമ്മളെ ബേസൊക്കെ അതേപടി തന്നെയാണ്. ബേസിലൊന്നും ഞാൻ വലിയതായിട്ടൊന്നും പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ താഴെ ഒരു ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ തന്നെ ഇവിടെ വെച്ച്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ധൃതിക്ക് വന്ന് കിടക്കാൻ വേണ്ടിയാണ് വെച്ചത്. കാരണം നമ്മൾ എന്തെങ്കിലും രാത്രി ഓവറായിട്ട് ആയിക്കഴിഞ്ഞാൽ, മിഡ് നൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓടി വന്ന് കിടക്കണേ മണ്ട കയറി പോകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച്. പിന്നെ ഞാൻ കുഞ്ഞൊരു ഫാം പണിഞ്ഞതുകൊണ്ട് ഞാൻ താഴെയായിട്ടാണ് പണിഞ്ഞ് കാണിച്ചു തരാവേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ഞാൻ പൊട്ടിച്ച് താഴോട്ട് വെച്ചതേ ഉള്ളൂ. കാരണം ഇവിടെ എല്ലാം കറങ്ങി നടന്ന് ഇതെല്ലാം പൊട്ടിച്ച് അങ്ങ് താഴെ പൊട്ടിച്ച് കയറി വരാൻ മെനക്കേട്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ആ വെള്ളത്തിന് നടുക്കോട്ട് പണിഞ്ഞു. അതാണ് ക്ലിക്കുകയും ചെയ്യും, വലിയ മെനക്കേടൊന്നും വരത്തില്ല. അതുകൊണ്ട് അവിടെ എല്ലാം ഞാൻ ബാമ്പു നിരത്തി വെച്ചിട്ടുണ്ട്. കാരണം ബാമ്പുമായിട്ടൊരു വേറൊരു പരിപാടിയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ബാമ്പു എനിക്ക് വേണം. അപ്പോൾ അത് അപ്പുറത്തുനിന്ന് ജംഗിൾ ബയോമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഒരുപാടുണ്ട്, രാത്രി അയച്ചേ. അപ്പോൾ ഈ കാണുന്ന എല്ലാം പൊട്ടറ്റോ ആണ് കേട്ടോ. ഇനിയും പൊട്ടറ്റോ ഫാം ചെയ്യാൻ ഇനിയും പൊട്ടറ്റോ കിടപ്പുണ്ട്. കാരണം വില്ലേജ് ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പൊട്ടറ്റോ വെച്ച് അങ്ങ് നിരത്തിപ്പോയി. പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹങ്കറും നിറയും, അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ ഫാം ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് വീറ്റ്, ക്യാരറ്റ്, അങ്ങനെ പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളൂ, വലിയായിട്ടൊന്നും ഇല്ല. അപ്പോൾ എല്ലാം ഒട്ടുമിക്ക എല്ലാ ഫാമും കാര്യങ്ങളും ഐറ്റംസൊക്കെ കയ്യിലുണ്ട്. ഓ രാത്രി അയച്ചേ. പിന്നെ കണ്ട ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയ എനിക്ക് കാണുമ്പോൾ ഒരു ട്രേഡിംഗ് ഹാൾ പണിയണമെന്ന് തോന്നുന്നു. കാരണം ഒരു കേവിനകത്തൊരു ട്രേഡിംഗ് ഹാൾ നല്ല ലുക്കും വരും, എനിക്ക് ഇച്ചിരി സ്ഥലവും കൂടെ ലാഭിക്കും. അതുകൊണ്ട് ഇതിനകത്തൊരു ട്രേഡിംഗ് ഹാൾ പണിയണം. അതിനുള്ളിൽ നമുക്ക് ബ്രീഡർ അതെല്ലാം പണിഞ്ഞാലേ ഇതൊന്ന് സെറ്റ് ആകത്തുള്ളൂ. ബെഡുണ്ടോ? ബെഡ് കയ്യിലില്ല, കൊള്ളാം. ബെഡ് ഞാൻ എന്നും എടുക്കാൻ മറക്കും, പക്ഷേ ബെഡ് എടുത്തു കഴിഞ്ഞാലും അതും കൊണ്ട് പോയി എവിടെയെങ്കിലും വെച്ച് റീസ്പോൺ പോയിന്റ് ഞാൻ പൊട്ടിച്ചത് അങ്ങ് അപ്പുറത്തുമല്ല, പിന്നെ ഞാൻ സ്പോൺ ആകുകയും ചെയ്യും. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറയുവാണെങ്കിൽ വലിയായിട്ടൊന്നുമില്ല. മണ്ടേക്കോട്ട് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ എന്താ പണിയാമെന്ന് പറഞ്ഞാൽ ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കുഞ്ഞൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതങ്ങ് പണിഞ്ഞ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മൈനിങ്ങിനൊക്കെ പോയി ഞാൻ കുറച്ച് അയണൊക്കെ ഒപ്പിച്ചെടുത്തു. കാരണം കുറച്ച് ഐറ്റംസ് ഒക്കെ എനിക്ക് വേണം, ലാൻഡിനൊക്കെ ഉണ്ടാക്കാൻ അയൺ വേണം. പിന്നെ നമ്മളെ പയ്യൻ, നമ്മളെ ഗോൾഡ് കപ്പ, നമ്മളെ ഹാർഡ് വർക്കിംഗ് പോയി പയ്യൻ ഭയങ്കര ഹാർഡ് വർക്കാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയാണ് ഗൈസ്. പയ്യൻ ഉണ്ടായതുകൊണ്ട് എൻ്റെ ഈ മണ്ടയ്ക്കത്തെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, കറക്റ്റായിട്ട് അടുക്കി വെക്കുന്നുണ്ട് ഗൈസ്. ഈ കാണുന്ന വില്ലേജ് എല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റും. കാരണം എന്തായാലും എൻ്റെ ഒരു ഓവൻ കസ്റ്റം വില്ലേജ് ഞാൻ പണിയും കേട്ടോ. കാരണം ഈ വില്ലേജ് കാണാൻ അത്രയ്ക്ക് ലുക്കില്ല, അതുപോലെ ഇത് മൈൻക്രാഫ്റ്റ് തന്നൊരു വില്ലേജാണ്. എൻ്റെ ഒരു സ്വന്തം വില്ലേജ് ഞാൻ പണിഞ്ഞുണ്ടാക്കും. പക്ഷേ അതിനുവേണ്ടി നമുക്ക് അയൺ ഫാം വേണം. കാരണം അയൺ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസോഴ്സൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം അയൺ ടൂൾസ് വേണം. സോ അതിനൊക്കെ വേണ്ടി നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കിയിരിക്കും. നമുക്കത് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഇച്ചിരിയും കൂടെ പരിപാടികളൊക്കെ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് പരിപാടി എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു കുഞ്ഞ് പാലം പണിയാമെന്ന് വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ട് അവിടെ ആയിട്ട് ഇവിടുന്ന് എനിക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട് എൻ്റെ കുതിരയുടെ കൂടെ പോകുന്നത്. എന്നാലും എന്താ പറയുക,
ഒരുപാട് വശം താഴെ വീണെങ്കിൽ ചാകും. കാരണം അപ്പുറത്തോട്ട് പോകാൻ മെനക്കടില്ലേ, കറങ്ങിയൊക്കെ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നടുക്കൊരു പാലം പണിയാന്ന് വിചാരിച്ചു. അതാണ് അപ്പുറത്തോട്ട് ബ്രീഡറിന് അടുത്തോട്ടും പെട്ടെന്ന് പോകാം. എന്തെങ്കിലും ബിൽഡ്സൊക്കെ പണിയാനാണെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് വല്ലതും പണിയുകയും ചെയ്യാം. അതുവേണ്ടി നമ്മളിങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇത്ര നാളെ അതിൻ്റെ പുറത്തൂടെ ഓടി വന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് നമ്മൾ ബ്യൂട്ടിഫുൾ ലുക്കിന് വേണ്ടി പണിയാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ബ്രീഡർ ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മളെ തള്ളിപ്പൊളി ബ്രീഡർ ഓക്കെ. പക്ഷെ എന്താ പറയുക, വലിയ ലുക്കൊന്നും ഇല്ല. ഞാൻ ഡേട്ടൊക്കെ വെച്ച് എന്തോ പൊട്ടത്തരം കാണിച്ച് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഒരു 4 പിള്ളേർ തന്നെയാണ്, പിന്നെ ഒന്നും വർക്കാകുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഇനി ഒരു സ്റ്റാക്ക് മൊത്തത്തിൽ കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പകുതി ഇട്ട് കൊടുത്തു, വർക്കായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കും കൂടി ഇട്ട് കൊടുക്കാം. വർക്കായില്ലെങ്കിൽ നമ്മളിത് പൊട്ടിച്ച് ഇപ്പം വേറൊന്നും കൂടെ പണിയും, ഒരു ഓട്ടോമാറ്റിക് പണിയും, 2 കൂടെ മതി. ഓട്ടോമാറ്റിക് പണിഞ്ഞ് തന്നാൽ ഇച്ചിരി കൂടെ നല്ലതാണ്. ഓക്കെ, സോ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. നമുക്കെന്തായാലും ഇവിടെ ആയിട്ടൊരു പാലം പണിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിസോൾട്ടൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അവിടെ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഈ വീട് എനിക്ക് ഈ സത്യം പറയാമല്ലോ, ഈ വില്ലേജ് വീട് പണി ഏറ്റവും വലിയ തെറ്റായിപ്പോയി. എന്തായാലും ഇപ്പോൾ എൻ്റെ സ്റ്റാർട്ടിംഗ് ബേസ് ആണ് മാത്രം, അത് മണ്ടയ്ക്ക് ആയതുകൊണ്ട് നല്ല കാര്യമില്ല. ഇതെല്ലാം എനിക്ക് പിന്നെ ഫ്യൂച്ചറിൽ പൊട്ടിക്കേണ്ട ആവശ്യം വന്നേരം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ നമുക്കെന്തായാലും പണിയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഇവിടെയുള്ള അങ്ങോട്ടുള്ള വരി ഞാൻ പൊട്ടിച്ചെടുത്ത് കേട്ടോ, കാരണം അത് പൊട്ടിച്ചെടുത്താലേ നമ്മൾ ബ്യൂട്ടിഫുൾ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള റിസോഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഐറ്റംസൊക്കെ മതി. അപ്പോൾ നമുക്ക് പണിഞ്ഞു തുടങ്ങാം. അപ്പം നമുക്ക് എന്തായാലും ആദ്യം 3 ട്രാപ്പ് ഡോർ വെക്കണം. ഓക്കെ, ഇവിടെ വെക്കാം. 1 കറക്റ്റല്ലേ? ഓക്കെ, 2 3. ഓക്കെ, 3 2 ഞാൻ ഉദ്ദേശിച്ചത്? 2 കേട്ടോ. 3 വലിപ്പം ഓവറായിട്ട് കൂടും, ഒരുപാട് റിസോഴ്സ് വേണ്ട വരും. ഞാൻ അത്രയും കളക്ട് ചെയ്യത്തില്ല. അപ്പോൾ 2 മതി. ഇവിടെ നിന്ന് അങ്ങോട്ടല്ലല്ലോ, അപ്പുറത്തോട്ട് നീക്കി വെക്കാം കേട്ടോ. ശരിയാത്തില്ല. ഓക്കെ, ഇത് തന്നെ മതി. പെർഫെക്റ്റ്. ഓക്കെ, നമുക്കിനി ഇത് വെച്ചിട്ട് നമ്മൾ 2 സ്ലാബ് വെക്കണം. അയ്യോ, സ്ലാബ് എടുത്തില്ല, കൊള്ളാം. സ്ലാബ് മറന്നു, സ്ലാബ് എടുത്തിട്ട് വരട്ടെ. ഓക്കെ, സ്ലാബ് കൈ സെറ്റായിട്ടുണ്ട് കേട്ടോ. സ്ലാബ് നമ്മളിവിടെ ഇങ്ങനെ 1 വെക്കണം, 2 വെക്കണം, കുറച്ചൊരു പൊക്കത്തിന് വേണ്ടി. അത് നമ്മളൊന്നും കൂടെ മുന്നിലോട്ട് കൊണ്ടുപോയി 2 ലെയറായിട്ട് 1 2. ഓക്കെ, അപ്പോൾ 4 വരും ഇങ്ങനെ. അത് ഇനിയും ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പ് ഫയർ വെക്കണേ. കറക്റ്റാണ്. ക്യാമ്പ് ഫയർ ഇങ്ങനെ വെക്കണം. പിന്നെ മെയിനായിട്ട് ശവല് വേണം, എന്നാലേ ഇത് കെടുത്താൻ പറ്റും. അപ്പോൾ ഈ ക്യാമ്പ് ഫയർ വെക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒരു ലുക്ക് വരാനാണ് പാലത്തിൻ്റെ. കാരണം വുഡും വെച്ച് പണിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് വരത്തില്ല. ക്യാമ്പ് ഫയർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ക്യാമ്പ് ഫയർ വെക്കുന്നത്. ഓക്കെ, ഇനിയും ഒന്നും കൂടെ വെക്കട്ടെ. 1. ഓക്കെ, 1 അടുത്തത്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്ര 2 ലെയർ മതി എന്ന് തോന്നുന്നു. 2 ഇത് മതി. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്തോ ചെയ്യാം? പൊക്കം കൂട്ടണോ താക്കല്ലേ? അയ്യോ. ഓക്കെ, നമ്മൾ 2 ക്യാമ്പ് ഫയർ ഇങ്ങോട്ട് നീട്ടി വെച്ചതാണ്. അതാണ് അപ്പോഴത്തേനും താഴെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ താഴെ നിന്ന് മണ്ടക്കോട്ടാകാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കെടുത്തിയിട്ട് മണ്ടക്കോട്ട് 2 ഇത് വെക്കണം. മണ്ടക്കോട്ട് വെച്ചാൽ ഇച്ചിരി കൂടെ സെറ്റാകും. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കെടുത്തി. അപ്പോൾ ഇനി നമുക്കിത് മണ്ടക്കോട്ട് ഇങ്ങനെ 2 ലെയറായിട്ട് വെക്കണേ. അയ്യോ, ഓക്കെ, കറക്റ്റായി. അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടിച്ച് കളയട്ടെ, പൊട്ടത്തരം കാണിച്ച്. ഓക്കെ, അത് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഇപ്പുറത്തൊന്നും കൂടെ കൂടിപ്പോയി തോന്നില്ല, അതേണ്ടൊന്ന് കൂടിപ്പോയി. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് വെക്കാവേ. ഓക്കെ, അത് വെച്ചു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മണ്ടയ്ക്കൊന്നും കൂടെ വെച്ചാൽ ഓക്കെ. അപ്പോൾ കണ്ടല്ലോ, താഴെ നിന്ന് മണ്ടയ്ക്കോട്ടുള്ള രീതിയായി. ഇനി ഇവിടെ 2 ക്യാമ്പ് ഫയറും കൂടെ വെച്ചാൽ മതി. ഓക്കെ, എന്ത് ചെയ്യും? 1 അല്ലേ? കറക്റ്റല്ലേ? ആണ്, കറക്റ്റാ. ഓക്കെ, അതേ സെയിം രീതി ഇവിടെ നമ്മൾ 2 ക്യാമ്പ് ഫയർ വെച്ച് സെറ്റാകും. പിന്നെ അത് കിടത്തണം. അപ്പോൾ നമ്മൾ ഫ്ലോർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ ഞാൻ സൈഡിൽ കുറച്ച് ഡെക്കറേഷൻ കൂടെ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 ബാരിയർ വെക്കണം. ഇപ്പോൾ ഇവിടെ 1 2. അപ്പോൾ പാലത്തിൻ്റെ ഒരു ഇത് വരും കേട്ടോ. ഇവിടെ 1 2 വെച്ച് ഇപ്പുറത്തും അതേ സെയിം രീതി തുമ്പത്തായിട്ട് 1 2 സ്ലാബിൻ്റെ അടുത്തായിട്ട് വെക്കണം. അപ്പം 2 ബാരിയർ വെച്ചു. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ സ്റ്റോൺ വോൾസ് ആണ് കേട്ടോ. അതായത് ഇത്. ഓക്കെ, ഇവിടെ നമ്മൾ 1 വെച്ചു. ഇതിൻ്റെ പുറത്ത് ക്രൗച്ച് ചെയ്ത് ഓക്കെ ഇവിടെ 1 വെച്ച് 1 പൊക്കം കൂട്ടും. അപ്പോൾ ഇവിടെ 2 പൊക്കം വേണം. അപ്പോൾ അതേ സെയിം രീതിയിൽ 1 2. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ 1 വെച്ചിട്ട് ഇവിടെ നമ്മൾ വുഡൻ ഫെൻസ് വെക്കണം അങ്ങോട്ടെ. ഓക്കെ, ഒരു വുഡൻ ഫെൻസ് 2 വെക്കണം. എന്നിട്ട് ഇവിടെ ഒരു നോർമൽ ബ്രിഡ്ജ്, എന്നിട്ട് ഇവിടെ ഒരു വുഡൻ ഫെൻസ്, നോർമൽ ഒരു വോള് വെക്കണം. ഓക്കെ, നോർമൽ വോള്, പിന്നെ ഇവിടെ ഒരു വോള്, ഇവിടെ ഒരു വുഡൻ ഫെൻസ്, ഇവിടെ ഒരു വോള്. അത്രേ ഉള്ളൂ, സെറ്റായി. പിന്നെ ഇവിടെ ഒരു വോള് വെക്കുക. എന്നിട്ട് ഇവിടെ അപ്പുറത്തെ കൂട്ട് പൊക്കം കൂട്ടണം. 1 2. അയ്യോ 2 പൊട്ടത്തരം കാണിച്ച്. ഓക്കെ, അപ്പോൾ ഇതേപടി ഞാൻ അപ്പുറത്തും കൂടെ ഒന്ന് പണിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ, നമ്മളെ പാലം അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുഞ്ഞ് ഡെക്കറേഷൻ കൂടെ ഉള്ളു. നമ്മളതെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ നമ്മളതിലുള്ള ലാൻഡേൻ ഇവിടെ ലൈറ്റ് സെറ്റാക്കണം. കോപ്പർ ലാൻഡേൻ ഉണ്ടാക്കി, പുതിയ അപ്ഡേറ്റ് വന്നതാണ്.
അപ്പോൾ ആദ്യം ഈ പൊക്കത്തിൽ രണ്ടെണ്ണം വെക്കുക. ഈ ബ്രിഡ്ജിൻ്റെ ഈ വോളിൻ്റെ പുറത്ത് ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് വെക്കണേ. ഓക്കെ, ഇനി ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വെക്കാം. ഞാനപ്പോൾ 2 വെറൈറ്റി രീതി ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങളെ ഇപ്പം മൈൻഡ് ചെയ്യുന്ന രീതി വെക്കാം. ഓക്കെ, ഇവിടെ ഇന്ന് വെക്കണം. ഒന്ന് തിപ്പുറത്തും കൂടെ അതേ സെയിം രീതി ഒന്ന്. ഓക്കെ, നമ്മളെ പാലം സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും പാലത്തിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. വലിയ ഇതൊന്നും ഇല്ല. അപ്പം ഇനി എൻ്റെ മൈൻഡിൽ വരുന്ന രീതിയിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ആക്കും. സോ ബട്ടനൊക്കെ മാറ്റിയൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നടന്ന് നമ്മളെ പാലത്തിൽ കൂടെ തന്നെ ഇങ്ങനെ നടന്നു പോകുക. കൊള്ളാവും നിങ്ങൾ പറയണം. അപ്പോൾ ഇനിയും ഷെയറും കൂടെ എടുത്താൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളൊരു മണ്ടക്കത്തെ രീതി വെച്ച് നിങ്ങൾക്ക് ഈ പാലം മൊത്തം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കിടിലൻ അയൺ ഫാമായിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ, സീ യു ലേറ്റർ.